നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രീമിയർ ലീഗിൽ ഒരുപാട് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 12 തോൽവികൾ ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ മാത്രമായിക്കൊണ്ട് അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് തന്നെ പുറത്തായിരുന്നു. FA കപ്പിന്റെ ഫൈനലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ആശ്വസിക്കാൻ കഴിയുന്ന ഏക ഘടകം. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിലെ പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്താണുള്ളത്. ആദ്യ 4 സ്ഥാനക്കാർക്ക് മാത്രമാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ലഭിക്കുക. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം യുവേഫ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ലഭിക്കണമെങ്കിൽ ഒരൽപ്പം ബുദ്ധിമുട്ടാണ്. അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ടോട്ടൻഹാമും ആസ്റ്റൺ വില്ലയും പ്രധാനമായും ഈ ഒരു സ്ഥാനത്തിന് വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അവരെ മറികടന്നുകൊണ്ട് ഈ ഒരു 4ാം സ്ഥാനം കരസ്ഥമാക്കുക എന്നുള്ളത് ഏറെക്കുറെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണ്. അങ്ങനെ അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത ലഭിച്ചില്ലെങ്കിൽ അത് പരിശീലകനായ എറിക് ടെൻ ഹാഗിനും വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്തെന്നാൽ 25% സാലറി കട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ളതാണ്. അത് നേരത്തെ കോൺട്രാക്റ്റിൽ തന്നെയുള്ളതാണ്. നിലവിൽ ഒരു വർഷം 9 മില്യൺ പൗണ്ടാണ് സാലറി ആയിക്കൊണ്ട് ഈ പരിശീലകന് ലഭിക്കുന്നത്. എന്നാൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത ലഭിച്ചിട്ടില്ലെങ്കിൽ 25% സാലറി കട്ട് വരും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം 6.75 മില്യൺ പൗണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് സാലറി ആയിക്കൊണ്ട് ലഭിക്കുക. ഇനി ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും 9 മില്യൺ പൗണ്ട് അദ്ദേഹത്തിന് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാനുള്ള പരമാവധി ശ്രമങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എറിക് ടെൻ ഹാഗിന്റെ ഭാവി ഒട്ടും ഇപ്പോൾ സുരക്ഷിതമല്ല. കാരണം മോശം പ്രകടനം നടത്തുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ സീസണിന് ശേഷം യുണൈറ്റഡ് പുറത്താക്കിയേക്കാം എന്നുള്ള റൂമറുകളും ഇപ്പോൾ സജീവമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.